പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയുടെ ടോപ്പിക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ബേസ് ചെയ്ത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും ചോദിക്കാവുന്ന അല്ലെങ്കിൽ വരാവുന്ന മോഡലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശയിൽ നിന്നും വരാവുന്ന മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് പലിശ എന്ന ടോപ്പിക്കിൽ നിന്നും RRBക്ക് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ RRB ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. RRB മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. If Rahul gives an interest of 450 for 1 year at 9% per annum, what is the sum he has borrowed? എന്താ പറഞ്ഞേക്കുന്നത്? രാഹുൽ എന്ന് പറയുന്ന ഒരാൾ, രാഹുൽ 450 രൂപ പലിശ നൽകുന്നു. രാഹുൽ 450 രൂപ പലിശ നൽകുന്നു. ഒരു വർഷത്തേക്ക് 9% പലിശ നിരക്കിൽ 9% പലിശ നിരക്കിൽ ഒരു വർഷത്തേക്ക് 450 രൂപയാണ് രാഹുൽ എന്ത് ചെയ്യുന്നത്? പലിശ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വാങ്ങിയ കടം അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത കടം എത്ര രൂപയാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര രൂപയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു വർഷത്തേക്ക് കൊടുക്കുന്നത് 450 രൂപയാണ് അല്ലേ, 9% പലിശ നിരക്കിൽ. എന്ന് വെച്ചാൽ നമ്മുടെ മുടക്കിൻ്റെ 9% പലിശ നിരക്കിൽ വർഷാതോറും 450 രൂപയാണ് അദ്ദേഹം എന്ത് കൊടുക്കുന്നത്? പലിശ കൊടുക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഡിവൈഡ് ബൈ 100 എന്നുള്ളതായിരുന്നു അല്ലേ. PNR ഡിവൈഡ് ബൈ 100 അല്ലേ. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് 450 രൂപയാണ് അദ്ദേഹം കൊടുക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് 450 രൂപയാണ്. പി മുതൽ എത്രയാണെന്ന് നമുക്കറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. P ഇൻറ്റു N എത്ര വർഷത്തേക്കാണ്? ഒരു വർഷത്തേക്ക്. ഇൻറ്റു R എന്ന് പറയുന്നത് 9% ആണ് അല്ലേ. 9 ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? P ഈക്വൽ ടു 450 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 9 അല്ലേ. 45 9 കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടും. 50 ഇൻറ്റു 100 5000 എന്ന് കിട്ടും. ആൻസർ 5000 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 5000 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? എന്താ, ഒരാൾ സാധാരണ പലിശ നിരക്കിൽ 450 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? വർഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എടുത്ത കടം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഡിവൈഡ് ബൈ 100 വെച്ച് നമ്മൾ ചെയ്തു അല്ലേ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ P കണ്ടുപിടിച്ചു. ഇനി മറ്റൊരു രീതി നമുക്ക് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു ടോപ്പിക്കായിരുന്നു ശതമാനം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, എല്ലാ വർഷവും 1 ഇയർ ആണ് നമുക്ക് തരുന്നതെങ്കിൽ നോക്കിയേ, ഒരു വർഷം അദ്ദേഹം 9% പലിശയാണ് കൊടുക്കുന്നത്. 9% പലിശ. 9% എന്ന് പറയുന്നത് എത്ര രൂപയാ? 450 അല്ലേ. 450. ഈ 9% എത്രൻ്റെ 9%? P എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത കണക്കിൻ്റെ അല്ലെങ്കിൽ എടുത്ത കടത്തിൻ്റെ 9%മാണ് 450 എന്ന് പറയുന്നത്. നമ്മളെടുക്കുന്ന സംഖ്യയുടെ 9%മാണ് 450. മനസ്സിലായോ? നമ്മളെടുത്ത സംഖ്യയുടെ 9%മാണ് 450. നമ്മളെടുത്ത തുകയുടെ 9%മാണ് 450 അല്ലേ. നമ്മൾ ശതമാനത്തിനകത്ത് പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? ഒരു സംഖ്യയുടെ A%B ആയാൽ, സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ X എന്ന് പറയുന്നത് X ഈക്വൽ ടു അല്ലെങ്കിൽ സംഖ്യ ഈക്വൽ ടു B/A ഇൻറ്റു 100. ഇത് നമ്മൾ ശതമാനത്തിനകത്ത് പഠിച്ചായിരുന്നു അല്ലേ. പെർസെൻറ്റേജിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? ഒരു സംഖ്യയുടെ A%B ആയാൽ B/A ഇൻറ്റു 100 ആയിരിക്കും ആ സംഖ്യ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, 9% 450 ആണെങ്കിൽ ആ തുക എത്രയാണ്, അല്ലെങ്കിൽ ആ നമ്മൾ എടുത്ത പൈസ എത്രയാണ് എന്നറിയാൻ എന്ത് ചെയ്യണം? B എന്ന് പറയുന്നത് 480 ആണ്. 480 ഡിവൈഡ് ബൈ A എന്ന് പറയുന്നത് 9 ആണ് ഇൻറ്റു 100 അല്ലേ. ഇവിടെയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5000 എന്ന് കിട്ടും അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണക്ക് ചെയ്യാം. മനസ്സിലായോ? ഒരു വർഷത്തെയാണെങ്കിൽ എന്ത് ചെയ്യാം? മുടക്കിൻ്റെ നമ്മുടെ മുതലിൻ്റെ 9%മാണ് 450. ഒരു വർഷത്തെയാണെങ്കിൽ നമ്മുടെ മുടക്കിൻ്റെ 9%മാണ് 450. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? മുടക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സംഖ്യയുടെ A%B ആയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് B/A ഇൻറ്റു 100 ആയിരിക്കും. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആഫ്റ്റർ 120 days ഫോർ 4800 അറ്റ് 10%. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? 4800 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 120 ദിവസത്തെ പലിശ കാണുക. 4800 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ
10% പലിശ നിരക്കിൽ 120 ദിവസത്തെ പലിശ കാണുക. 120 ദിവസത്തെ എന്ത് കാണുക? പലിശ കാണുക എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താ? PNR ഡിവൈഡ് ബൈ 100. PNR ഡിവൈഡ് ബൈ 100. ഇവിടെ പി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്ന 4800 ആണ്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ടോ? ഇല്ല. 120 ദിവസം എന്നാണ് തന്നേക്കുന്നത്. ഇങ്ങനെ ഡേ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ് അല്ലേ. അപ്പോൾ ഈ 120 ദിവസം എന്ന് പറയുന്ന ഒരു വർഷത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 120 ഡിവൈഡ് ബൈ 365 എടുക്കണം. 365. 120 ഡിവൈഡ് ബൈ എന്തെടുക്കണം? 365 എടുക്കണം. 365 ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി 6 എന്ന് പറയുന്നത് എത്ര കിട്ടി? 6 എന്ന് പറയുന്നത് 10%. 6 എന്ന് പറയുന്നത് എത്ര കിട്ടി? 10% എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. PNR ഡിവൈഡ് ബൈ 100 ആണ്. ഇനി ഓരോ വാല്യൂം ഇട്ട് നോക്കിയേ. പി എന്ന് പറയുന്നത് 4800 ആണ്. പി എന്ന് പറയുന്നത് 4800 ആണ്. ഇൻറ്റു എൻ എന്ന് പറയുന്നതോ 120 ഡിവൈഡ് ബൈ 365. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞത്? ദിവസത്തിലാണ് തരുന്നതെങ്കിൽ, ഡേയിലാണ് തരുന്നതെങ്കിൽ നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. 120 ദിവസം എന്ന് പറയുന്ന 365ൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുക. ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 അല്ലേ. ദേ 0 ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്തു. 0 ക്യാൻസൽ ചെയ്ത് അല്ലേ. 365ഉം 120ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 120 ഡിവൈഡ് ബൈ 365. രണ്ടിടത്തും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 ഡിവൈഡ് ബൈ 73 കിട്ടി. ഇതെല്ലാം കൂടെ ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 48 ഇൻറ്റു 24 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 73. നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടും? 157.80 എന്ന് കിട്ടും. 157.80 എന്ന് കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഡേയ്സ് ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 365ൻ്റെ എത്ര ഭാഗമാണ് ഡേയ്സ് എന്ന് കണ്ടുപിടിക്കുക. അതിന് ഡേയ്സ് ഡിവൈഡ് ബൈ 365 ചെയ്യുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The simple interest on 2004 7 months at 5 paisa per rupee per month. ഇത് ഇവിടെ നോക്കിയേ. നേരത്തെ ഡേയ്സ് ആണ് തന്നെങ്കിൽ ഇവിടെ ഇപ്പോഴെന്താ തന്നേക്കുന്നത്? മന്ത് ആണ് അല്ലേ. നോക്കാം. 2000 രൂപയ്ക്ക് 7 മാസത്തേക്ക് 5 പൈസ പെർ റുപ്പി പെർ മന്ത്. ഒരു മാസത്തേക്ക് 5 രൂപ. ഒരു മാസത്തേക്ക് 1 രൂപയ്ക്ക്, ഒരു മാസത്തേക്ക് 1 രൂപയ്ക്ക് 5 പൈസ എന്ന രീതിയിലാണ് ഇവിടുത്തെ പലിശ നിരക്ക്. ഓക്കെ ആണോ? ഇത് നമുക്ക് വേറൊരു രീതി എളുപ്പ വഴിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ. 1 രൂപയ്ക്ക് 5 പൈസ. 1 രൂപയ്ക്ക് 5 പൈസയാണെങ്കിൽ നമ്മളുടെ കടം എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് കാണാനുള്ള രൂപ എത്രയാണ്? 2000 രൂപ. 2000 രൂപയ്ക്ക് എത്ര പൈസയാകും? നോക്കിയേ. 1 രൂപയ്ക്ക് 5 പൈസയാണെങ്കിൽ, 1 രൂപയ്ക്ക് 5 പൈസ പലിശയാണെങ്കിൽ 2000 രൂപയ്ക്ക് എത്ര രൂപയാകും? 2000 ഇൻറ്റു 5 പൈസ. 2000 ഇൻറ്റു 5 പൈസ എത്ര കിട്ടും നമുക്ക്? 10000 പൈസ എന്ന് കിട്ടും. 10000 പൈസ. ഓക്കെ ആണോ? ഈ 10000 പൈസയെ നമ്മൾ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുവാണെങ്കിൽ എത്ര കിട്ടും? 10000 പൈസയെ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ 100 പൈസയാണ് 1 രൂപ. 100 പൈസയാണ് 1 രൂപ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 10000 പൈസ എത്ര രൂപയാണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? 10000 പൈസ എത്ര രൂപയാണെന്ന് അറിയാൻ 10000 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. 10000 ഡിവൈഡ് ബൈ 100 ചെയ്യണം. കാരണം എന്താ? 100 പൈസയാണ് 1 രൂപ. അപ്പം 10000 പൈസ എത്ര രൂപയാണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അപ്പം നമുക്ക് 100 രൂപയാണെന്ന് കിട്ടും. 100 രൂപ. ഓക്കെ. അപ്പോൾ 2000 രൂപയ്ക്ക് 100 രൂപയാണ് പലിശ. 2000 രൂപയ്ക്ക് എത്ര രൂപ പലിശ? 100 രൂപ. എത്ര മാസത്തേക്ക്? ഒരു മാസത്തേക്ക്. ഒരു മന്തിലേക്ക് 2000 രൂപയ്ക്ക് 100 രൂപ പലിശ. 2000 രൂപയ്ക്ക് 100 രൂപ പലിശ. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? 1 രൂപയ്ക്ക് 5 പൈസയാണെങ്കിൽ 2000 രൂപയ്ക്ക് എത്ര രൂപയാവും? 2000 ഇൻറ്റു 5 പൈസ അല്ലേ. എന്ന് വെച്ചാൽ 10000 പൈസ. സിമ്പിൾ കണക്കാണ്. 10000 പൈസ. ഇനി 100 പൈസയാണ് 1 രൂപയെങ്കിൽ 10000 പൈസ എത്ര രൂപയാകും? 10000 ഡിവൈഡ് ബൈ 100 അല്ലേ. 100 രൂപ എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞനുസരിച്ച് ഒരു മാസത്തേക്ക് 2000 രൂപയ്ക്ക് 100 രൂപ പലിശ. ഒരു മാസത്തേക്ക് 2000 രൂപയ്ക്ക് 100 രൂപ പലിശയെങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്ന എത്ര? 7 മാസത്തേക്ക് എത്ര രൂപയാകുമെന്ന? 7 മാസത്തേക്ക് എത്ര രൂപയാവും? ഒരു മാസത്തേക്ക് 2000 രൂപയ്ക്ക് 100 രൂപയാണെങ്കിൽ 7 മാസത്തേക്ക് 7
ഇൻറ്റു പലിശ, ഒരു മാസത്തെ പലിശ 100 രൂപ. അപ്പോൾ 7 മാസത്തെ പലിശ എന്താവും? 7 × 100 എത്ര കിട്ടും? 700 രൂപ എന്ന് കിട്ടും. ഓക്കെ ആണോ? 700 രൂപ. ഇക്വേഷൻ ഒന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇത്. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? ക്ലാരിറ്റി ആയെന്ന് മനസ്സിലാകുന്നു. ഇനി ഇതിൻ്റെ ഇക്വേഷൻ രൂപത്തിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? നമ്മൾ പഠിച്ച ഇക്വേഷൻ രൂപത്തിലാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യും നോക്കിയേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 2000 ഫോർ 7 months 5 പൈസ പെർ റുപ്പി പെർ മന്ത്. ഇത് നോക്കാം നമുക്ക്. ഒരു മാസത്തേക്ക് 1 രൂപയ്ക്ക് 5 പൈസ. ഒരു മാസത്തേക്ക് 1 രൂപയ്ക്ക് 5 പൈസ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു മാസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയാവും? ഒരു വർഷം എന്ന് പറയുന്നത് 1 ഇയർ എന്ന് പറയുന്നത് 12 മാസമാണ് അല്ലേ? 12 മാസം. ഇത് ഒരു മാസത്തേക്ക് 1 രൂപയ്ക്ക് 5 പൈസയാണെങ്കിൽ 12 മാസത്തേക്ക് 1 രൂപയ്ക്ക് എത്ര പൈസയാവും? 1 രൂപയ്ക്ക് 12 മാസത്തേക്ക് 12 × 5 ആവും അല്ലേ? 12 × 5. ഓക്കെ ആണോ? ഓക്കെ. ഒരു മാസത്തേക്ക് 1 രൂപയ്ക്ക് 5 പൈസയാണെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്ന 12 മാസമാണ്. 12 മാസത്തേക്ക് 1 രൂപയ്ക്ക് 12 × 5 ആയിരിക്കും. എത്ര? 60 പൈസയായിരിക്കും. 60 പൈസ അല്ലേ? നമ്മൾ പലിശ നിരക്ക് എപ്പോഴും പറയുന്നത് 100 രൂപയ്ക്കാണ്. പലിശ നിരക്ക് പറയുന്നത് 100 രൂപയ്ക്കാണ്. 1 രൂപയ്ക്ക് 60 പൈസയാണെങ്കിൽ 1 രൂപയ്ക്ക് 60 പൈസയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര രൂപയാകും? 60 രൂപയാകും. 60 രൂപ. 100 രൂപയ്ക്ക് 60 രൂപ പലിശ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 60% പലിശ നിരക്ക്. 60%. കാരണം 100ൻ്റെ കേസിലാണ് നമ്മൾ പലിശ നിരക്ക് പറയുന്നത്. 100 രൂപയ്ക്ക് എത്ര രൂപ എന്നുള്ളതാണ് നമ്മൾ പലിശ പറയുന്നത്. അതിന് 1 രൂപയ്ക്ക് 60 പൈസയാണെങ്കിൽ 100 രൂപയ്ക്ക് 60 രൂപയാണ്. അതായത് 60% നമ്മുടെ പലിശ. ഓക്കെ ആണോ? 6 നമുക്ക് കിട്ടിയത്. 6 = 60%. ഓക്കെ ആണോ? ഇനി ഇത് വെച്ച് നമുക്ക് PNR / 100 കണ്ടുപിടിക്കാം. PNR / 100 സിമ്പിൾ ഇൻട്രസ്റ്റിലെ കണ്ടുപിടിക്കേണ്ടത്. PNR / 100. P എന്ന് പറയുന്നത് 2000 ആണ്. 2000 ഇൻറ്റു ഇനി N എന്ന് പറയുന്നത് ഇവിടെ 7 month എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ കണക്കിന് നമുക്ക് ഡേയ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഡേയ്സ് / 365 ചെയ്യണം. ഇവിടെ മന്ത് ആണ് വന്നേക്കുന്നത്. മന്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. ഇവിടെ 7 മാസമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 7 / 12 ചെയ്യണം. ഇത് വർഷത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കാണാൻ എന്ത് ചെയ്യണം? 7 / 12 ചെയ്യണം. അങ്ങനെ 7 × 12 × 6 60 ആയിട്ടെടുത്തു. / 100. ഓക്കെ ആണോ? 12നും 2ഉം കൂടെ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് 1000 എന്ന് കിട്ടും. 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 6 എന്ന് കിട്ടും. 6ഉം 10ഉം കൂടെ 60ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടും. 1000 × 7 × 10 എത്ര കിട്ടും നമുക്ക്? ഇവിടെ ഓക്കെ, 1000 × 7 × 10 / 100 അല്ലേ? 2 0 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 700 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? 2 രീതിയിലും പറഞ്ഞാൽ മനസ്സിലായോ? എളുപ്പ വഴിയിലും ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സം ഓഫ് എ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 4160.25 at the rate of 9% per annum in 5 years. What is the sum? ഓക്കെ, ഇത് നമുക്കത് 2 രീതി ചെയ്യാം. ഒന്ന്, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് എന്തൊക്കെയാണെന്ന് ചെയ്തു നോക്കാം അല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾക്ക് ഒരു തുകയ്ക്ക് 4016 രൂപ 25 പൈസ 9% പലിശ നിരക്കിൽ 5 വർഷത്തേക്കുള്ള പലിശയാണ്. ഒരു തുകയുടെ പലിശയാണ് പറഞ്ഞേക്കുന്നത് 4016 രൂപ 25 പൈസ. അത് 9% പലിശ നിരക്കിൽ 5 വർഷത്തെ പലിശയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനാണെങ്കിൽ എത്രയായിരിക്കും തുക? മനസ്സിലായോ? ഒരു തുക 9% പലിശ നിരക്കിൽ 5 വർഷത്തേക്കുള്ള പലിശയാണ് ഈ പറഞ്ഞേക്കുന്നത് 4016.25. അങ്ങനെയാണെങ്കിൽ ആ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എത്ര തുകയുടെ പലിശയാണ് ഈ 4016.25 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 4016 എന്ന് പറയുന്നത് തന്നേക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 9 എന്ന് പറയുന്നത് 6 അല്ലേ? പലിശ നിരക്കാണ് തന്നേക്കുന്നത്. 5 ഇയർ എന്ന് പറയുന്നത് N ആണ് അല്ലേ? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് PNR / 100. അതിനകത്തിലേക്ക് വാല്യൂ ഇട്ട് നോക്കിയാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4016.25 P എന്ന് പറയുന്നത്
പി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യൻ. ഈ പി ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ആണ്. എൻ എന്ന് പറയുന്നത് 5 എന്ന് തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത് 9 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇനി ഇതേ നോക്കി ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് പി ഈക്വൽ ടു ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്യുക. 4016.25 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 9. ഓക്കെ ആണോ പറഞ്ഞത്? ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? 4016.25 ഇൻറ്റു 100 എന്താവും? അത് 4000 അല്ലേ? 0.25 ഇൻറ്റു 100 എന്താവും? അത് ഇവിടുത്തെ പോയിൻ്റ് മാറി കിട്ടും അല്ലേ? 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 2 പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനമല്ലേ? അതുകൊണ്ട് 100-നും 2 പൂജ്യമാണ്. അതുകൊണ്ട് എന്ത് കിട്ടും? ആ പോയിൻ്റ് അങ്ങ് മാറി കിട്ടിയിട്ട് താഴെ 5 ഇൻറ്റു 9 എന്ന് കിട്ടും അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പി എന്ന് പറയുന്നത് 8925 കിട്ടും. 8925 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇക്വേഷനകത്തോട്ട് വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? പി കണ്ടുപിടിക്കുക. ഇനി ഇതിൻ്റെ എളുപ്പ വഴിയൊന്ന് നോക്കാം. എങ്ങനെയായിരിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇത് ഇവിടെ നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്? 5 വർഷത്തേക്കുള്ള പലിശയാണ് പറഞ്ഞേക്കുന്നത് 4016.25. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയായിരിക്കും പലിശ? സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ എല്ലാ വർഷത്തെ പലിശയും സെയിം ആയിരിക്കും അല്ലേ? നമുക്കതറിയാം. എല്ലാ വർഷത്തെയും പലിശ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? 4016.25 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 803.25 ആയിരിക്കും. 803.25 ഇതായിരിക്കും നമ്മുടെ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത്. ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 803.25 ആയിരിക്കും അല്ലേ? ഈ 803.25 എന്ന് പറയുന്ന ഒരു തുകയുടെ 9% ഒരു തുകയുടെ 9% എത്ര എന്ന് പറയുന്നത്? 803.25. 803.25 അല്ലേ? പലിശ നിരക്ക് 9% അല്ലേ? അതായത് നമ്മുടെ തുകയുടെ 9% 803.25. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത മാതിരി. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 803.25 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 100 ചെയ്യണം. ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 8925 എന്ന് കിട്ടും. 8925 എന്ന് കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മാൻ ബൈസ് എ ഹൗസ് ആൻഡ് പേ 8,000 cash and 9,600 at a 5-year credit at 4% per annum simple interest. Find the cash price of the house. എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ ഒരു വീട് വാങ്ങി. ആദ്യം അയാൾ 8,000 രൂപ വീടിന് കൊടുത്തു. ആദ്യം 8,000 രൂപ കൊടുത്തു. രണ്ടാമത്തെ കാശ് ആദ്യം 8,000 രൂപ അയാൾ എന്ത് ചെയ്തു? റെഡി ക്യാഷ് എന്നുള്ള രീതിയിൽ ആ വീടിന് കൊടുത്തു. അടുത്തത് അയാൾക്ക് ക്യാഷ് ഇല്ലായിരുന്നു. അതിന് പകരമായിട്ട് അയാൾ എന്ത് ചെയ്തു? ലോൺ എടുത്തു. എത്ര? 5 വർഷത്തേക്ക് 4% പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് 4% പലിശ നിരക്കിൽ എന്ത് ചെയ്തു? ലോൺ എടുത്തു. അങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ 9,600 രൂപ അയാൾ എന്ത് ചെയ്തു? ക്യാഷ് അടച്ചു തീർത്തു. 9,600 രൂപ ക്യാഷ് അടച്ചു തീർത്തു. ഓക്കെ ആണോ? 9,600 രൂപ അയാൾ എന്ത് ചെയ്തു? ക്യാഷ് അടച്ചു. നമുക്കറിയാം, നമ്മളൊരു ലോൺ ഇട്ടൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡാവും? പലിശ കൂടി ആഡാവും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു ഫോൺ മേടിക്കുക, 10,000 രൂപയുടെ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ 10,000 രൂപയുടെ ഒരു ഫോൺ EMI ഇട്ട്, അതിനെയാണ് നമ്മൾ EMI എന്ന് പറയുന്നത്. EMI ഇട്ട് മേടിക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 12,000 രൂപയാവും അല്ലേ? കാരണം ഈ 2,000 രൂപ എന്ന് പറയുന്നത് ഏകദേശം എന്ത് വരും? പലിശ വരും. അതേപോലെ ഈ വീടിന് ഇവിടെ ഒരു തുകയുണ്ട് അല്ലേ? മൊത്തത്തിൽ അയാൾ ആ വീട് വാങ്ങിച്ചപ്പം ആദ്യം 8,000 രൂപ കൊടുത്തു. അടുത്ത എമൗണ്ട് കൊടുക്കാനായിട്ട് അയാളുടെ കയ്യിൽ കാശില്ലായിരുന്നു. അയാൾ എന്ത് ചെയ്തു? EMI ഇട്ടു. EMI ഇട്ടപ്പോൾ 5 വർഷത്തേക്ക് 4% പലിശ. അങ്ങനെ പലിശ എല്ലാം കൂടെ കൂട്ടി അയാൾ 9,600 രൂപ കൊടുത്തു. ഓക്കെ, 9,600 രൂപയായി അയാൾക്ക്. എങ്കിൽ ഇവിടുത്തെ യഥാർത്ഥ വില എന്താണെന്ന് അദ്ദേഹം ചോദിച്ചത്. എത്രയാണ് യഥാർത്ഥ വില എന്നാണ് ചോദിച്ചേക്കുന്നത്. 9,600 എന്ന് പറയുന്നത് എന്തും കൂടെ കൂട്ടി വരുന്നതാണ്? പലിശയും കൂടെ കൂട്ടി വരുന്നതാണ്. എന്തും കൂടെ കൂട്ടി വരുന്നതാണ്? പലിശയും കൂടെ കൂട്ടി വരുന്നതാണ്.
അല്ലേ? 9600 എന്ന് പറയുന്നത് എന്തും കൂടെ കൂട്ടി വരും, പലിശയും കൂടെ കൂട്ടി വരും അല്ലേ? അപ്പോൾ എത്രയായിരുന്നു പലിശ നോക്കാം. ഒരു വർഷത്തേക്ക് എത്ര, 5 വർഷത്തേക്ക് എത്രയാവും പലിശയെന്ന് നോക്കാം. പി എത്രയാണ് അറിയത്തില്ല. പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 100. പി എൻ ആർ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പലിശ കിട്ടും അല്ലേ? പി എൻ ആർ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ പലിശ കിട്ടും, 5 വർഷത്തെ പലിശ കിട്ടും. ആ 5 വർഷത്തെ പലിശയും മുതലും കൂടെ അല്ലെങ്കിൽ പിയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 9600 കിട്ടുന്ന 9600 കിട്ടുന്ന. മനസ്സിലായോ? 5 വർഷത്തെ പലിശയുടെ കൂടെ നമ്മുടെ മുതലും കൂടെ കൂട്ടിയാണ് നമ്മൾ 9600 രൂപ കൊടുത്തത്. ഓക്കെ, അങ്ങനെ 9600 എന്ന് കിട്ടി. ഇതിൽ നിന്നും നമ്മൾ ആരെ കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം. പി ഇൻറ്റു എൻ എന്ന് പറയുന്ന 5 ആണ്, ആർ എന്ന് പറയുന്ന 4 ആണ്, ഡിവൈഡ് ബൈ 100 പ്ലസ് പി ഈക്വൽ ടു 9600. ഓക്കെ, 100ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 20ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 5 എന്ന് കിട്ടും. പി പ്ലസ്, ബാക്കി ചെയ്താലോ, പി ഡിവൈഡ് ബൈ 5 പ്ലസ് പി ഈക്വൽ ടു 9600. ഓക്കെ, ഇതിനെ 2 ഫ്രാക്ഷനാണ്. ഈ 2 ഫ്രാക്ഷൻ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നത്? ആദ്യം ഇങ്ങോട്ട് ഗുണിക്കണം അല്ലേ? പി പ്ലസ്, അത് കഴിഞ്ഞ് തിരിച്ച് ഗുണിക്കണം. 5p ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 9600. പി പ്ലസ് 5p എത്ര കിട്ടും നമുക്ക്? 6p ഈക്വൽ ടു 9600 ഇൻറ്റു 5. 9600 ഇൻറ്റു 5. ഈ 5 എന്ത് ചെയ്യും? ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈക്വൽ ടുൻ്റെ മറു സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? അത് ഇൻറ്റു ആവും. അതാണ് 9600 ഇൻറ്റു 5 ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഈക്വൽ ടു കൂടെ ഗുണിച്ചിരിക്കുന്ന 6, പി ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 9600 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 6 എത്ര കിട്ടും നമുക്ക്? പി എന്ന് പറയുന്നത് 8000 കിട്ടും. പി ഈക്വൽ ടു 8000 എന്ന് കിട്ടും. ഓക്കെ, 8000 എന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ആ ഹൗസിൻ്റെ പ്രൈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു 8000 രൂപ നമ്മൾ അടച്ചായിരുന്നു, ഇപ്പോഴത്തെ എത്രയാ? 8000 രൂപ അല്ലേ? അങ്ങനെ മൊത്തത്തിൽ എത്ര രൂപയാവും? 16000 രൂപയാണ് ആ ഹൗസിന്. ഓക്കെ ആണോ പറഞ്ഞത്? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഈ 8000 രൂപയുടെ പലിശ എല്ലാം കൂടെ ചേർത്താണോ 9600 നമ്മൾ പറഞ്ഞത്? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ടു 850 ഇൻ 3 years ആൻഡ് ടു 854 ഇൻ 4 years. ദ സം ഈസ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു തുകയ്ക്ക് 3 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ സാധാരണ പലിശക്രമത്തിൽ ഒരു തുക 3 വർഷം കഴിയുമ്പോൾ 815 ആവും. 3 വർഷം കഴിയുമ്പോൾ 815 ആവും. ഈ 815 എന്ന് വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റും എന്തും കൂടെ കൂട്ടുന്നതായിരിക്കും, നമ്മുടെ എമൗണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും അല്ലെങ്കിൽ മൂലധനവും നിക്ഷേപവും കൂടെ കൂട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് 815 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു തുക 3 വർഷം കഴിയുമ്പോൾ സാധാരണ പലിശക്രമത്തിൽ എത്ര രൂപയാവും? 815 രൂപയാവും. എന്ന് വെച്ചാൽ നമ്മളൊരു തുക ഒരു ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് 815 രൂപയാണ്. തുക എത്ര ആണെന്ന് പറയുന്നില്ല. ഒരു തുക 3 വർഷം കഴിയുമ്പോൾ 815 രൂപയാകുന്നു. അതേ തുക 4 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകുന്നു? 854 രൂപയാകുന്നു. 4 വർഷം കഴിയുമ്പോൾ 854 രൂപയാകുന്നു അതേ തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ തുക എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഒരു തുക 3 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ രീതിയിൽ എത്ര രൂപയാവും? 815 രൂപയാവും. അതേ തുക 4 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാവും? 854 ആകും. ഇവിടെ നമുക്ക് തരുന്ന തുക അല്ലെങ്കിൽ ഇവിടെ തരുന്ന ക്യാഷ് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിൽ കൂട്ടുന്നതാണ്? സിമ്പിൾ ഇൻട്രസ്റ്റും നമ്മുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ മൂലധനവും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചേക്കണം. നമുക്ക് തന്ന ക്യാഷ് എന്തൊക്കെ തമ്മിൽ കൂട്ടുന്നതാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് മൂലധനവും കൂടെ കൂട്ടുന്നതായിരിക്കും. ഇവിടെ നോക്കിയേ, 3 വർഷം 815 രൂപയായി. 3 വർഷം പലിശ അടക്കം 815 രൂപയായി. അവിടെ തുക മാറുന്നില്ല, നമ്മുടെ തുക തന്നെയാണ്. ഈ തുക 3 വർഷം കഴിയുമ്പോൾ 815 രൂപയാവും. അതേ തുക 4 വർഷം കഴിയുമ്പോൾ 854 ആകും. അതായത് ഈ 3-ാമത്തെ വർഷത്തിൽ നിന്ന് 4-ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ എന്ത് മാത്രമേ കൂടത്തുള്ളൂ? പലിശ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 854 നിന്നും നമ്മൾ 815 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 39 എന്ന് പറയുന്നത് ഒരു വർഷത്തെ പലിശയാണ്. 39 രൂപ എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷത്തെ പലിശയാണ്. നമ്മുടെ തുകയ്ക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്ന പലിശയാണ് 39 രൂപ. നമുക്ക് നമ്മുടെ
തുകയ്ക്ക് ഒരു വർഷം കിട്ടുന്ന പലിശയാണെന്തെന്ന് പറയുന്നത് 39 രൂപ. ഓക്കെ ആണോ? ഇത്രയും കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? 3 വർഷം കൊണ്ട് 815ഉം 4 വർഷം കൊണ്ട് 854 ലഭിക്കുന്നെങ്കിൽ ആ ഇടയ്ക്കുള്ള ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് കിട്ടാൻ എന്ത് ചെയ്യണം? 854 മൈനസ് 815 ചെയ്യണം. അപ്പോൾ നമുക്ക് 39 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ 39 എന്ന് പറയുന്നത് ഒരു വർഷത്തെ നമ്മുടെ പലിശയാണ് 39. ഒരു വർഷത്തെ പലിശയാണ് 39. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ വരിക്കകത്ത് ഈ 3 വർഷത്തെ കാര്യമാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 39 രൂപ പലിശയാണെങ്കിൽ 3 വർഷത്തെ പലിശ കാണാൻ എന്ത് ചെയ്യണം? 39 × 3 ചെയ്യണം. 39 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 117 എന്ന് കിട്ടും. 117 രൂപ. അപ്പോൾ 3 വർഷത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 117 ആണ്. ഓക്കെ ആണോ? 3 വർഷത്തെ പലിശ മാത്രം എത്ര രൂപയാണ്? 117 രൂപയാണ്. നമുക്ക് എന്താ പറയുക? 3 വർഷം കഴിയുമ്പോൾ 815 രൂപ നമുക്ക് എന്ത് കിട്ടും? ലഭിക്കുന്നുണ്ട്. 3 വർഷം കഴിയുമ്പോൾ 815 രൂപ ലഭിക്കുന്നുണ്ട്. ഈ 815 രൂപ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും 3 വർഷത്തെ ഇൻട്രസ്റ്റും അതിൻ്റെ കൂടെ നമ്മുടെ മുതലും കൂടെ കൂട്ടിയാണ്. അല്ലേ? മനസ്സിലായോ? ഇൻട്രസ്റ്റും മുതലും കൂടെ കൂട്ടിയാണ്. ഇൻട്രസ്റ്റും മുതലും കൂടെ കൂട്ടിയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റും സാധാരണ പലിശയും മുതലും കൂടെ കൂട്ടിയാണ് 815 രൂപയെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഇവിടെ 3 വർഷത്തെ പലിശ കണ്ടുപിടിച്ചിട്ടുണ്ട്. 117 പ്ലസ് പി ഈക്വൽ ടു 815. അങ്ങനെയാണെങ്കിൽ തുക പി ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 815 മൈനസ് 117. 815 മൈനസ് 117 എത്ര കിട്ടും നമുക്ക്? 698 എന്ന് കിട്ടും. 698. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്താണ് പറഞ്ഞത്? ഈ വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുകയും 4 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുകയും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു വർഷത്തെ പലിശയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ 39 രൂപയാണെങ്കിൽ 3 വർഷത്തെ പലിശ എന്തായിരിക്കും? 39 × 3. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പലിശയിൽ മാറ്റം വരില്ല. അതുകൊണ്ട് 39 × 3 117 എന്ന് കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം ആദ്യം തന്നിരിക്കുന്ന 3 വർഷം നമുക്ക് തിരിച്ച് കിട്ടുന്ന 815 എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിൽ കൂട്ടുന്നത്? നമ്മുടെ പി എന്ന് പറയുന്ന മൂലധനവും പ്ലസ് അതിൻ്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയാണ് 815 എന്ന് പറയുന്നത്. 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു 117. അത് എന്തിൽ നിന്ന് കുറയ്ക്കുക? 815 നിന്ന് 117 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് കിട്ടും. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ ബി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് 25,000 ആഫ്റ്റർ 3 years അറ്റ് ദ റേറ്റ് ഓഫ് 12% പെർ ആനം? എന്താ പറഞ്ഞേക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, കൂട്ടുപലിശ കണ്ടുപിടിക്കണം. അല്ലേ? കൂട്ടുപലിശ കണ്ടുപിടിക്കാനുള്ള വഴി എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 25,000 അല്ലേ? 25,000 ഇൻറ്റു ഇവിടെ ഏതാണോ പലിശ നിരക്ക് 12, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 100 കൂട്ടുക. 112 ഡിവൈഡ് ബൈ 100. ഇനി എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക്. 3 വർഷമാകുമ്പോൾ 3 തവണ ഗുണിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. ഇനി 25 × 112 × 112 × 112 ഗുണിച്ച് കിട്ടുന്ന എത്രയായിരിക്കും നമുക്ക്? ഗുണിച്ച് കിട്ടുന്നത് 35,123.20 ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. നമ്മളൊരു ബാങ്കിൽ 25,000 രൂപ കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കൂട്ടുപലിശ രീതിയിൽ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഇത്രയും കാശായിരിക്കും. എന്ന് വെച്ചാൽ 25,000 രൂപ നമ്മൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് 35,123.20 ആയിരിക്കും. ഇതിൽ നിന്നും കൂട്ടുപലിശ, ഇതിൽ നിന്നും പലിശ കാണാൻ എന്ത് ചെയ്യണം? ഈ കിട്ടിയ തുകയിൽ നിന്നും 35,123.20 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുക? നമ്മുടെ എമൗണ്ട് കുറയ്ക്കുക. 25,000 കുറയ്ക്കുക. 25,000 കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന 10,123.20 എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും? പലിശയായിരിക്കും. എന്ത് പലിശ? കൂട്ടുപലിശയായിരിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ A certain sum given on simple interest become double in 20 years. In how many years will it be 4 times? ഇത് നമ്മൾ വ്യക്തമായിട്ട് മോഡൽ 11-നകത്തിൽ, കൂട്ടുപലിശയ്ക്കകത്തിലെ മോഡൽ 11-നകത്ത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മുതൽ അല്ലെങ്കിൽ ഒരു തുക 20 വർഷം കൊണ്ട് ഡബിൾ ആകണമെങ്കിൽ, 20 വർഷം കൊണ്ട് ഡബിൾ ആയെങ്കിൽ, ഒരു തുക 20 വർഷം കൊണ്ട് ഡബിൾ ആയെങ്കിൽ എത്ര വർഷം കൊണ്ട് അത് 4 ടൈംസ് ആകും? മനസ്സിലായോ? ഒരു തുക 20 വർഷം കൊണ്ട് എന്തായി? ഇരട്ടിയായി. 20 വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ അതേ തുക എത്ര വർഷം കൊണ്ട് 4 ഇരട്ടിയാവും? എത്ര വർഷം കൊണ്ട് 4 ഇരട്ടിയാവും? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഒരു തുക
എക്സ് വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ, ഒരു തുക എക്സ് വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ അതേ തുക എത്ര വർഷം കൊണ്ട് n ഇരട്ടിയാവും, എത്ര വർഷം കൊണ്ട് n ഇരട്ടിയാകും. ഇതായിരുന്നു നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്ന മോഡൽ 11-നകത്ത്. ഈ മനസ്സിലാകാത്തൊരു ആ മോഡൽ കാണുക. മോഡൽ 11-നകത്ത് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ എന്താ? ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-1 ഇൻറ്റു എക്സ്, n-1 ഇൻറ്റു എക്സ്. ഇവിടെ n എന്ന് പറയുന്നത് എത്ര കിട്ടി? 4 ആണ് n എന്ന് പറയുന്നത്, അല്ലേ? n എന്ന് പറയുന്നത് 4 ആണ്. 4-1 ഇൻറ്റു 20, 4-1 എന്ന് പറയുന്നത് 3 കിട്ടി. 3 ഇൻറ്റു 20 16. ഓക്കെ ആണോ? 60 വർഷം എടുക്കും 4 ഇരട്ടിയാകാൻ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ സർട്ടൻ സം ഓഫ് മണി ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 10 years. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 1/2 times at the same rate of simple interest? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു തുക 10 വർഷം കൊണ്ട്, ഒരു തുക 10 വർഷം കൊണ്ട് ഇരട്ടിയാകുമെങ്കിൽ അതേ തുക എത്ര വർഷം കൊണ്ട് 2.5 ഇരട്ടിയാകും? 2.5 ഇരട്ടി. ഓക്കെ, എന്തായാലും നമ്മുടെ ഇക്വേഷൻ n-1 ഇൻറ്റു എക്സ്, n-1 ഇൻറ്റു എക്സ്. ഇവിടെ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 2.5 ആയിരിക്കും. n എന്ന് പറയുന്നത് 2.5. എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും, അല്ലേ? നമ്മൾ ആ ഇക്വേഷൻ പഠിച്ച ഒരു തുക എക്സ് വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ അതേ തുക എത്ര വർഷം കൊണ്ട് n ഇരട്ടിയാകും എന്നായിരുന്നു നമ്മൾ ആ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ n-1 ഇൻറ്റു എക്സ് ആണ്. n-1 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? n എന്ന് പറയുന്നത് ഇവിടെ 2.5 ആണ്. അതിനെ നമുക്ക് 2.5 എന്ന് എഴുതാം. 2.5 - 1 ഇൻറ്റു 10, അല്ലേ? 2.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 - 1 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 1.5 ഇൻറ്റു 10. ആൻസർ കിട്ടും 15. 15 വർഷം എടുക്കും എത്രയാകാൻ? 2.5 ഇരട്ടിയാകാൻ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഡബിൾ ഇൻ 5 years ഇറ്റ് വിൽ ബിക്കം 4 times ഇൻ ഹൗ മെനി ഇയേഴ്സ്? സെയിം ക്വസ്റ്റ്യൻ, അല്ലേ? n-1 ഇൻറ്റു എക്സ്, n-1 ഇൻറ്റു എക്സ്. n എന്ന് പറയുന്നത് എത്രയാണ്? 4 times. നമുക്ക് കിട്ടേണ്ടത് 4 times. 4 - 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആകാൻ എടുത്ത സമയം 5 വർഷം. ഓക്കെ, എത്ര കിട്ടും? 3 ഇൻറ്റു 5, 3 ഇൻറ്റു 5 15 എന്ന് കിട്ടും. 3 ഇൻറ്റു 5 15 years എന്ന് കിട്ടും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സം ഓഫ് മണി എമൗണ്ട് ടു 2240 അറ്റ് 4% per annum simple interest in 3 years. Interest on the same sum for 6 months at 3.5% per annum is. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു തുക 4% പലിശ നിരക്കിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ, ഒരു തുക 4% പലിശ നിരക്കിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപയായി? 2240 രൂപയായി. 2240 രൂപയായി. അങ്ങനെയാണെങ്കിൽ അതേ തുക 6 മാസം കഴിയുമ്പോൾ 6 മന്ത് കഴിയുമ്പോൾ 3.5% പലിശ നിരക്കിൽ എത്ര രൂപയാകും പലിശ? ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. പലിശ എത്ര രൂപയാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഒരു തുക 4% പലിശ നിരക്കിൽ എത്ര വർഷം? 3 വർഷം കഴിഞ്ഞപ്പോൾ 2240 രൂപയായി. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുത്തെ പി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതേ നോക്കിയേ. ഈ 2240 എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിൽ കൂട്ടുന്നതായിരിക്കും? നമുക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പിയും കൂടെ കൂട്ടുന്നതായിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പി, അല്ലെ? മൂലധനവും കൂടെ കൂട്ടിയാണ് നമുക്ക് 3 വർഷം കഴിയുമ്പോൾ 2240 രൂപ കിട്ടിയത്. ഓക്കെ ആണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, നമുക്ക് നോക്കാം. 2240 എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിൽ കൂട്ടുന്നയാ? പി, അല്ലേ? മൂലധനം പ്ലസ് മൂലധനം പ്ലസ് ആ മൂലധനത്തിൻ്റെ 4% ഇൻട്രസ്റ്റും, അല്ലേ? എങ്ങനെ? PNR ഡിവൈഡ് ബൈ 100 കൂടെ കൂട്ടുന്നതാണ്. പി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ല. പി പ്ലസ് ഇവിടുത്തെ പിയും അറിയില്ല, പ്ലസ് n എന്ന് പറയുന്ന 3 വർഷം ഇൻറ്റു ആർ എന്ന് പറയുന്ന 4, ഇവിടെ ഇൻറ്റു ആണ്, 4 ഡിവൈഡ് ബൈ 100, അല്ലേ? ഇതേ നോക്കിയേ, 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും, അല്ലേ? അപ്പം 2240 പ്ലസ് ഇത് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കിയേ. 2240 ഈക്വൽ ടു പി പ്ലസ്
3p ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. 3p ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. ബാക്കി ചെയ്യുവാണെങ്കിൽ 2240 ഈക്വൽ ടു p പ്ലസ് 25 എത്ര കിട്ടും? 25p പ്ലസ് 3p. ഇതെന്താ ചെയ്തേക്കുന്നത്? രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ എന്ത് ചെയ്തു? കൂട്ടി. ഈ സൈഡെന്ന് വെച്ചാൽ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടുന്നു. 25p പ്ലസ് 3p ഡിവൈഡ് ബൈ 25. ഇനി എന്ത് ചെയ്യും? ഈ 25നെ ഇപ്പുറത്തേക്ക് ഗുണിക്കും. അങ്ങനെയാണെങ്കിൽ 25p പ്ലസ് 3p എത്ര കിട്ടും നമുക്ക്? 28p എന്ന് കിട്ടും. 28p ഈക്വൽ ടു 2240 ഇൻറ്റു 25. അങ്ങനെയാണെങ്കിൽ p ഈക്വൽ ടു 2240 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 28. ഓക്കെ ആണോ? ചെയ്ത് മനസ്സിലായോ? ആൻസർ എത്ര കിട്ടും നമുക്ക്? 2000 എന്ന് കിട്ടും. പി എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 2000 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ആ തുക നമുക്ക് കിട്ടി 2000 രൂപ അല്ലേ? ഇനി ആ ക്വസ്റ്റ്യൻ ഒന്നും മാറ്റി പറഞ്ഞു നോക്കിയേ. 2000 രൂപ 3.5 പലിശ നിരക്കിൽ 6 മാസത്തെ പലിശയാണ് നമുക്ക് കാണേണ്ടത്. പലിശ മാത്രം കണ്ടാൽ മതി. എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? PNR ഡിവൈഡ് ബൈ 100 അല്ലേ? PNR ഡിവൈഡ് ബൈ 100. ഇതാണ് നമ്മുടെ പലിശ കാണാനുള്ള ഇക്വേഷൻ. പി എന്ന് പറയുന്നത് 2000 ആണ്. എൻ എന്ന് പറയുന്നത് എത്രയാ? 6 months ആണ് അല്ലേ? 6 months എന്ന് പറയുന്ന ഒരു മാസം എന്ന് വെച്ചാൽ 12 വർഷമാണ്. ഒരു വർഷം എന്ന് പറയുന്ന 12 മാസമാണ്. അങ്ങനെയെങ്കിൽ 6 മാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 വർഷമായിരിക്കും. 1/2 വർഷം. ഓക്കെ ആണോ? 1/2 ഇൻറ്റു 3.5. 1/2 ഇൻറ്റു 3.5. ഓക്കെ, ഡിവൈഡഡ് ബൈ 100. 2000 കൂടെ ക്യാൻസൽ ചെയ്താൽ 1000 എന്ന് കിട്ടും. അതിലെ 2 പൂജ്യവും 100ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3.5 ഇൻറ്റു 10 എത്ര കിട്ടും നമുക്ക്? 3.5 ഇൻറ്റു 10. 3.5 ഇൻറ്റു 10 എത്ര കിട്ടും നമുക്ക്? 35 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 35. ഓക്കെ ആണോ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലായോ? സിമ്പിൾ അല്ലായിരുന്നോ? ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോകാം. എ സർട്ടൈൻ സം ഓഫ് മണി ബിക്കം 2250 at the end of 2 years and become 2625 at the end of 5 years. If the person receive only simple interest, then the rate of interest is. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നിശ്ചിത തുക 2 വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപയായി? 2250 രൂപയായി. 2250 രൂപയായി. അതേ തുക 5 വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപയായി? 2625 രൂപയായി. എങ്കിൽ ഇവിടുത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിലാ? സിമ്പിൾ ഇൻട്രസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 കണ്ടുപിടിക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? 2 വർഷം 2250 രൂപ കിട്ടി. അതേ തുക 5 വർഷമായപ്പോഴോ 2625. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 വർഷമാണ് അല്ലേ? 3 വർഷം. അങ്ങനെയാണെങ്കിൽ 3 വർഷം കൊണ്ട് ഇവർക്ക് കിട്ടിയ പലിശ എത്രയായിരിക്കും? 2625 മൈനസ് 2250 എത്ര കിട്ടും നമുക്ക്? 375 രൂപ 3 വർഷത്തെ ഇവരുടെ പലിശയാണ്. 375 രൂപ എന്ന് പറയുന്ന 3 വർഷത്തെ പലിശയാണ്. 375 രൂപ എന്ന് പറയുന്ന എത്ര വർഷത്തെ പലിശ? 3 വർഷത്തെ പലിശയാണ്. ഇത് നോക്കിയേ, 3 വർഷത്തെ പലിശ എന്ന് പറയുന്ന 375 എന്ന് കിട്ടി. 3 വർഷത്തെ പലിശ 375 രൂപയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ എത്ര കിട്ടും നമുക്ക്? ഒരു വർഷത്തെ പലിശ കിട്ടാൻ 375 ഡിവൈഡ് ബൈ 3 അല്ലേ? എത്ര കിട്ടും നമുക്ക്? 1, 2, 5 125 എന്ന് കിട്ടും അല്ലേ? 125 രൂപ എന്ന് കിട്ടും. ഒരു വർഷത്തെ പലിശ 125. ഇവിടെ നോക്കിയേ, 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 2250 രൂപ കിട്ടി. 2 വർഷം കഴിഞ്ഞപ്പോൾ 2250 രൂപ കിട്ടി. 2250 രൂപ എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിൽ കൂട്ടുന്നതാണ്? 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും അവരുടെ മൂലധനവും കൂടെ കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ പിയും കൂടെ കൂട്ടുന്നതാണ് അല്ലേ? 2250 രൂപ 2 വർഷത്തെ പലിശയും പിയും കൂടെ കൂട്ടുന്നതാണ്. ഒരു വർഷം 125 രൂപ പലിശയാണെങ്കിൽ 2 വർഷം എത്ര രൂപ കിട്ടും? 2 ഇൻറ്റു 125 ഇൻറ്റു 2 എത്ര കിട്ടും നമുക്ക്? 250 രൂപയാണ് 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത്. 2 വർഷത്തെ പലിശ 250. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2250 നിന്നും എന്ത് കുറയ്ക്കുക? സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തെ പലിശ കുറയ്ക്കുക. നമുക്ക് ആൻസർ 2000 എന്ന് കിട്ടി. ആൻസർ എത്ര എന്ന് കിട്ടി? 2000 ആണ് എന്ത് ഇവിടുത്തെ പി എന്ന് പറയുന്നത്. നോക്കിയേ, പി എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 2000 എന്ന് കിട്ടി.
പി എന്ന് പറയുന്നത് 2000 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? ആറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് കിട്ടി 2000 അല്ലേ. ഒരു വർഷത്തെ പലിശ നമുക്കറിയാം 125. ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എങ്ങനെയാണെന്ന് നോക്കാം. ദേ ഇങ്ങോട്ട് നോക്കിക്കോ. ഓക്കെ, 2000 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ 125 രൂപയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? PNR ഡിവൈഡ് ബൈ 100 അല്ലേ. PNR ഡിവൈഡ് ബൈ 100. ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 125 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് N എത്രയായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. P 2000 ആയിട്ട് എടുക്കാം. അത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതെ, 2000 ഇൻറ്റു N 1 ഒരു വർഷമാണ്, ഇൻറ്റു 6 നമുക്കറിയില്ല, 6 അതേപോലെ എഴുതി, ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 125. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 6 ഈക്വൽ ടു 6ൻ്റെ കൂടെ 20 ഗുണിച്ചിരിക്കുകയാണ്. ആ 20 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 125 ഡിവൈഡ് ബൈ 20 എന്നാവും. 125 ഡിവൈഡ് ബൈ 20 എത്രയായിട്ട് നമുക്ക്? 125 ഡിവൈഡ് ബൈ 20 പലിശ നിരക്ക് 6.25 എന്ന് കിട്ടും. 6.25%. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? 6.25%. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു വർഷത്തെ പലിശ കാണുക. ഒരു വർഷത്തെ പലിശ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പി കണ്ടുപിടിക്കുക, എമൗണ്ട് കണ്ടുപിടിക്കുക. ഈ എമൗണ്ടിൻ്റെ എത്ര ഭാഗമാണ് ഒരു വർഷത്തെ പലിശ എന്ന് കണ്ടുപിടിക്കുക. ആ പലിശ നിരക്കാണ് 6.25 എന്ന് പറയുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ. എ സം വാസ് പുട്ട് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് എ സർട്ടൺ റേറ്റ് ഫോർ 4 years. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് പദ്ധതിയിൽ അല്ലെങ്കിൽ സാധാരണ പലിശ നിരക്കിൽ എന്ത് ചെയ്തു? 4 വർഷത്തേക്ക് ഒരു തുക നിക്ഷേപിക്കുന്നു. ഹാഡ് ഇറ്റ് ബീൻ പുട്ട് അറ്റ് 3% ഹയർ റേറ്റ് ഇറ്റ് വുഡ് ഹാവ് ഫെച്ച്ഡ് ഫോർ 1414 മോർ. എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യമേ അവർ ഒരു തുക 6%, പി എന്ന് പറയുന്ന തുക എത്ര എന്ന് പറയുന്നില്ല, പി എന്ന് പറയുന്ന തുക 6% പലിശ നിരക്കിൽ ഒരിടത്ത് 4 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ അവർക്കൊരു പലിശ കിട്ടി. ഓക്കെ, അവർക്ക് ഒരു പലിശ കിട്ടി. ഇതാണ് ഫസ്റ്റ് വരിയിൽ പറയുന്നത്. പി എന്ന് പറയുന്ന തുക 6% പലിശ നിരക്കിൽ 4 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ അവർക്കൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി, സാധാരണ പലിശ കിട്ടി. ഇതേ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇതേ പൈസ, ഇതേ എമൗണ്ട് 3% കൂടി കൂടിയ ഒരു പലിശ നിരക്കുള്ളിടത്ത് നിക്ഷേപിച്ചിരുന്നെങ്കിൽ, 3% കൂടി പലിശ നിരക്ക് കൂട്ടിയിരുന്നെങ്കിൽ 4 വർഷത്തേക്ക് അവർക്ക് എത്ര രൂപ കിട്ടിയേനെ? 1440 രൂപ കൂടുതൽ കിട്ടിയേനെ. ഇവിടെ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടിയേനെ? 1440 രൂപ കിട്ടിയേനെ. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? എന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ ഇൻട്രസ്റ്റ്, ഇത് രണ്ടാമത്തെ ഇൻട്രസ്റ്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ ഇൻട്രസ്റ്റിനകത്തിൽ 6% 3% കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് 1440 രൂപ അധികം കിട്ടിയേനെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പലിശയിൽ നിന്നും ഒന്നാമത്തെ പലിശ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 1440 രൂപ കിട്ടും. അതായത് അവർ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ പലിശയേക്കാൾ 1440 രൂപ കൂടുതലാണ് രണ്ടാമത്തെ പലിശ. അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് രണ്ടാമത്തെ പലിശയിൽ നിന്ന് ഒന്നാമത്തെ പലിശ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 1440 രൂപ കിട്ടും. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാ? PNR ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ. ഇവിടുത്തെ P ഇൻറ്റു N എന്ന് പറയുന്നത് എത്രയാ? 4 years അല്ലേ. 4 years ഇൻറ്റു ഇവിടുത്തെ R എന്ന് പറയുന്നത് R+3 ആണ്. R എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 100 മൈനസ് വീണ്ടും എത്ര കിട്ടും? 100 മൈനസ് അടുത്ത ഒന്നാമത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് PN4 അല്ലേ. N എന്ന് പറയുന്നത് 4 ആണ്, R എന്ന് പറയുന്നത് 6% ഡിവൈഡ് ബൈ 100 ആണ്. ഓക്കെ, ഇതിൽ നിന്നും ഇതും കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പലിശയിൽ നിന്ന് ഒന്നാമത്തെ പലിശ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 1440 കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. ഓക്കെ, ഇതിനെങ്ങനെ ചെയ്യാം? ഇത് നോക്കിയാൽ 2 ഫ്രാക്ഷൻ ആണല്ലേ. 2 ഫ്രാക്ഷൻ മൈനസ് ചെയ്യാൻ തന്നേക്കോ. 2 ഫ്രാക്ഷൻ്റെ താഴെ ഛേദമായിട്ട് ഡിനോമിനേറ്റർ കിടക്കുന്നത് ഒരേ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം നമ്പറായിട്ട് എടുത്തുകൊണ്ട് ഡിനോമിനേറ്റർ എടുക്കുക, ന്യൂമറേറ്റർ തമ്മിൽ കുറയ്ക്കുക. ഇവിടെ നോക്കിയാൽ 4 × P × R+3 ആണ്. ഇതിനെ നമുക്ക് 4P × R+3യെ നമുക്ക് അകത്തേക്ക് കയറ്റി ഗുണിച്ച് കഴിഞ്ഞാൽ ആദ്യം 4P × R പ്ലസ് അടുത്ത 4P × 3 12P എന്ന് കിട്ടും
അല്ലേ, മൈനസ് അതിൽ നിന്നും ആരെ കുറയ്ക്കണം, 4PR കുറയ്ക്കണം. 4PR ഈക്വൽ ടു 1440 എന്ന് കിട്ടും. ഓക്കെ, 4PRും മൈനസ് 4PRും കൂടെ എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. പ്ലസ് 4PRും മൈനസ് 4PRും കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 12P ഈക്വൽ ടു 1440 ഇൻറ്റു 100 എന്ന് കിട്ടും. 1440 ഇൻറ്റു 100, ഈ 100 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഗുണനമാവും അല്ലേ. ഡിവൈഡ് ചെയ്തേക്കുന്ന ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, ഗുണനമാവും. അങ്ങനെയാണെങ്കിൽ P ഈക്വൽ ടു 1440 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. 12 എന്ന് കിട്ടും അല്ലേ. എത്ര കിട്ടും നമുക്ക് P, ഇതിൽ നിന്നും P എത്ര കിട്ടും, 12,000 രൂപ എന്ന് കിട്ടും. P എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും നമുക്ക്, 12,000 രൂപ എന്ന് കിട്ടും. P 12,000 രൂപ എന്ന് കിട്ടും. ഓക്കെ ആണോ, പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ എ സർട്ടൻ ടൈം ദ റേഷ്യോ ഓഫ് എ സർട്ടൻ പ്രിൻസിപ്പൽ ആൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻ ഫ്രം ഇറ്റ് ആർ ഇൻ ദ റേഷ്യോ 10:3 അറ്റ് 10% ഇൻട്രസ്റ്റ് പെർ ആനം. ദ നമ്പർ ഓഫ് ഇയേഴ്സ് ദ മണി വാസ് ഇൻവെസ്റ്റഡ് ഈസ്. എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ എ സർട്ടൻ ടൈം, ഒരു പ്രത്യേക പീരീഡ് ദ റേഷ്യോ ഓഫ് എ സർട്ടൻ പ്രിൻസിപ്പളും നമ്മുടെ മൂലധനവും അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപ തുകയും അത് സിമ്പിൾ ഇൻട്രസ്റ്റും അതിന് കിട്ടുന്ന സാധാരണ പലിശയും തമ്മിലുള്ള റേഷ്യോ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്, 10:3 എന്ന് കൊടുത്തിട്ടുണ്ട്. 10:3 എത്ര പറഞ്ഞേക്കുന്നത്, 6. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, ദ നമ്പർ ഓഫ് ഇയേഴ്സ് മണി വാസ് ഇൻവെസ്റ്റഡ് ഇൻ, എത്ര വർഷത്തേക്കായിരിക്കും മണി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം നമ്മൾ, ഇവിടുത്തെ P എന്ന് പറയുന്നത് 10x എന്ന് എടുക്കുക. നോക്കിയാൽ പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള റേഷ്യോ 10:3 എന്നാണ്. അതായത് നമ്മൾ പ്രിൻസിപ്പിൾ 10x എന്ന് എടുത്താൽ സിമ്പിൾ റേഷ്യോ എന്ന് പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 3x എന്ന് എടുക്കാം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട വഴി എങ്ങനെയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഡിവൈഡ് ബൈ 100. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ, 3x ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഈക്വൽ ടു P എന്ന് പറയുന്നത് 10x ആണ്, ഇൻറ്റു N നമുക്കറിയില്ല, N എന്ന് പറയുന്നത് T ഇയർ ആയിട്ട് എടുക്കുക. N എന്ന് പറയുന്നത് T ഇയർ ആയിട്ട് എടുക്കുക, ടൈം ആയിട്ട് എടുക്കുക. 10 എന്ന് പറയുന്നത് T ഇയർ ആയിട്ട് എടുക്കുക, ഇൻറ്റു R എന്ന് പറയുന്നത് 10 എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ. ദെൻ 100 ഇപ്പുറത്തേക്ക് ഗുണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 100ൻ്റെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. അങ്ങനെയാണെങ്കിൽ 3x ഈക്വൽ ടു x ഇൻറ്റു T എന്ന് കിട്ടും. 3x ഈക്വൽ ടു x ഇൻറ്റു T എന്ന് കിട്ടും. ഇവിടെ T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T ഈക്വൽ ടു കൂടെ ഗുണിച്ചിരിക്കുന്ന x ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ആകുമ്പോൾ അത് ഡിവിഷൻ ആവും. എക്സും കൂടെ ക്യാൻസൽ ആയിട്ട് T ഈക്വൽ ടു നമുക്ക് എത്ര എന്ന് കിട്ടും, 3 ഇയേഴ്സ് എന്ന് കിട്ടും. T ഈക്വൽ ടു 3 ഇയേഴ്സ്. ഓക്കെ ആണോ. എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്തൊക്കെയാണ്, പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷത്തേക്കാണെന്നാണ് ചോദ്യം. നമ്മൾ അതിൽ വെച്ച് എന്ത് കണ്ടുപിടിച്ചു, T കണ്ടുപിടിച്ചു. ഓക്കെ ആണോ. ഒറ്റ ഇക്വേഷനുള്ള ഏത് കണക്കായാലും PNR ഡിവൈഡ് ബൈ 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ മാൻ ടുക്ക് ലോൺ ഫ്രം എ ബാങ്ക് അറ്റ് ദ റേറ്റ് ഓഫ് 12% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. ആഫ്റ്റർ 3 years he had to pay 5,400 interest only for the period. The principal amount borrowed by him was. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, ഒരാൾ ഒരു ബാങ്കിൽ നിന്നും 12% പലിശ നിരക്കിൽ എന്ത് ചെയ്തു, ലോൺ എടുത്തു. 12% പലിശ നിരക്കിൽ ലോൺ എടുക്കുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ 5,400 രൂപ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ 5,400 രൂപ ഇൻട്രസ്റ്റ് അടച്ചു. ഏത് സ്കീമാ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ എടുത്ത തുകയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ, PNR ഡിവൈഡ് ബൈ 100 അല്ലേ. PNR ഡിവൈഡ് ബൈ 100. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് 5,400 എന്ന് പറഞ്ഞിട്ടുണ്ട്. 5,400 ഈക്വൽ ടു P നമുക്കറിയില്ല, N 3 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ഇയേഴ്സ്, ഇൻറ്റു R എന്ന് പറയുന്ന 12% ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് P കണ്ടുപിടിക്കണം. P ഈക്വൽ ടു 5,400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 12. ഓക്കെ, 3യും 54 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും,
18 എന്ന് കിട്ടും. 18 × 3 54. അപ്പം നമുക്ക് 18,800 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി 12ഉം 18ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 9,900 എന്ന് കിട്ടും. 900 എന്ന് കിട്ടും. ഇനി 6ഉം 9ഉമായിട്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 എന്ന് കിട്ടും നമുക്ക്. ഇവിടെ എത്ര കിട്ടും? 300 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 2 എന്ന് കിട്ടും. 2 എന്ന് കിട്ടും. മേളിൽ 300 എന്ന് കിട്ടും. ഇനി 2ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. 15 എന്ന് കിട്ടും. അപ്പം 300 × 15 നമുക്ക് എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. 15,000. ഓക്കെ ആണോ? അപ്പം നമ്മൾ കടം എടുത്തത് എത്ര രൂപയാണ്? 15,000 രൂപയാണ്. ഓക്കെ, ഒറ്റ ഇക്വേഷനുള്ള PNR/100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 6% പെർ ആനം. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% തന്നിട്ടുണ്ട്. ഒരു ബാങ്കിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%. ഇഫ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 1,350 ഈസ് ടു ബി ഏൺഡ് ഇൻ 5 years. ആ ബാങ്കിൽ 5 വർഷത്തേക്ക് 1,350 രൂപ വീതം പലിശ കിട്ടുന്നെങ്കിൽ 1,350 രൂപ വീതം പലിശ കിട്ടുന്നെങ്കിൽ ദെൻ ദ എമൗണ്ട് ഓഫ് മണി ഡെപ്പോസിറ്റഡ് ഈസ്. ആ ബാങ്കിൽ എത്ര രൂപയാണ് നിക്ഷേപിച്ചേക്കുന്നത്? ഓക്കെ ആണോ? 5 വർഷത്തേക്ക് നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? 5 വർഷത്തേക്ക് 1,350 രൂപ കിട്ടുന്നുണ്ട്. 5 വർഷത്തേക്ക് പലിശ നിരക്കിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 1,350. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര കിട്ടുന്നുണ്ട്? സാധാരണ പലിശയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന കാണാൻ 1,350 ÷ 5 എത്ര കിട്ടും നമുക്ക്? 270 രൂപ. ഒരു വർഷത്തേക്ക് 270 രൂപ കിട്ടുന്നുണ്ട്. ഒരു വർഷത്തേക്ക് 270 രൂപ പലിശ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ശതമാനം എത്ര? 6%. നമുക്ക് പറയാം തുകയുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ നമ്മുടെ മണി ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന മണിയുടെ 6% 270 എങ്കിൽ 6% 270 എങ്കിൽ ആ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 270 ÷ 6 × 100 അല്ലേ? ഒരു സംഖ്യയുടെ A% B ആയാൽ ആ സംഖ്യ കാണാൻ B/A × 100 അല്ലേ? അതേപോലെ ഇവിടെ മുതലിൻ്റെ 6% 270 അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അതേപോലെ 270 അങ്ങനെയാണെങ്കിൽ ആ തുക കണ്ടുപിടിക്കാൻ 270 ÷ 6 × 100 ചെയ്താൽ മതി. ഓക്കെ ആണോ? ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എമൗണ്ട് എത്ര കിട്ടും? 4,500 എന്ന് കിട്ടും. ചെയ്യുമ്പോൾ 4,500 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീന took a loan of 1,200 with simple interest for as many years as the rate of interest. If she paid 432 as interest at the end of the loan period, what was the rate of interest? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? റീന 1,200 രൂപ ലോൺ എടുത്തു. റീന 1,200 രൂപ എന്ത് ചെയ്തു? ലോൺ എടുത്തു. അപ്പോൾ പി എന്ന് പറയുന്നത് 1,200 രൂപ ലോൺ എടുത്തത് എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത വർഷത്തിന് തുല്യമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷമാണോ എടുത്ത ആ വർഷത്തിന് തുല്യമാണ്. എന്ന് വെച്ചാൽ എന്നിന് തുല്യമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എന്നിന് തുല്യമാണ്. അത് നമുക്ക് എക്സാക്റ്റ് എടുക്കാം അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണോ നമ്മൾ ലോൺ എടുത്തേക്കുന്ന ആ വർഷത്തിന് തുല്യമാണ്. എന്നിട്ട് പറഞ്ഞു ഇഫ് ഷീ പെയ്ഡ് 432 ഈ വർഷം കഴിഞ്ഞപ്പോൾ എത്ര വർഷത്തേക്കാണോ നമ്മൾ ലോൺ എടുത്തത് അത്രയും വർഷം കഴിഞ്ഞപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപ അടച്ചു? 432 രൂപ അടച്ചെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന വഴി എങ്ങനെയാ? PNR / 100 അല്ലേ? PNR / 100. ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 432 ഈക്വൽ ടു പി എന്ന് പറയുന്നത് 1,200 ഇൻറ്റു n നമുക്ക് തന്നിട്ടില്ല. n x എന്ന് പറഞ്ഞിട്ടുണ്ട്. 6ഉം x ആണ് അല്ലേ? n-ഉം 6ഉം ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ 12 x × x x². 12 x² ഈക്വൽ ടു 432. അങ്ങനെയാണെങ്കിൽ x² ഈക്വൽ ടു 432 ഡിവൈഡഡ് ബൈ 12 അല്ലേ? x ഈക്വൽ ടു ഇത് എത്ര കിട്ടും നമുക്ക്? 432 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു √36 ഈക്വൽ ടു 6 എന്ന് കിട്ടും. √36 ഈക്വൽ ടു 6 എന്ന് കിട്ടും. 6% പലിശ നിരക്ക് 6 വർഷത്തേക്ക്. ഓക്കെ ആണോ? 6ഉം n-ഉം ഇവിടെ ഈക്വൽ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ സം വിച്ച് ഈസ് ഗിവൺ on 5% per annum compound interest for 3 years amount to 9
1261. ഒരു തുകയ്ക്ക് 5% പലിശ നിരക്കിൽ കൂട്ടുപലിശ രീതിയിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ 9261 രൂപ അടച്ചെങ്കിൽ അല്ലെങ്കിൽ 9261 രൂപ ആയെങ്കിൽ ആ തുക എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു തുക നമുക്കറിയില്ല, പി എന്ന് കൊടുക്കുന്നു. ആ തുക 5% പലിശ നിരക്കിൽ 5% പലിശ നിരക്കിൽ കൂട്ടുപലിശ രീതിയിൽ 3 വർഷത്തേക്ക് 3 വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപ അടച്ചു? 9261 രൂപ അടച്ചെങ്കിൽ ആ പി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. കൂട്ടുപലിശ കാണുന്നത് എങ്ങനെയാ? ഇങ്ങോട്ട് നോക്കിയേ, പി ഇൻറ്റു കൂട്ടുപലിശ കാണുന്ന പി ഇൻറ്റു ഇവിടെ 5 പലിശ നിരക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 100 കൂട്ടും അല്ലേ. 105 ഡിവൈഡ് ബൈ 100 എത്ര വർഷം? 3 വർഷമായതുകൊണ്ട് 3 തവണ ഗുണിക്കും. 105 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9261 കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ ആരെ കണ്ടുപിടിക്കുക? പി കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? എത്ര കിട്ടുമായിരിക്കും നമുക്ക്? പി ഈക്വൽ ടു എത്ര കിട്ടും? 9261 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 105. ഓക്കെ ആണോ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ആൻസർ 8000 എന്ന് കിട്ടി. ആൻസർ എത്ര എന്ന് കിട്ടി? 8000 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 12,600 for 2 years at 10% per annum compounded annually? എന്താ ചോദിച്ചേക്കുന്നത്? ഒരു എമൗണ്ട് 12,600 രൂപയ്ക്ക് 12,600 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, കൂട്ടുപലിശ കണ്ടുപിടിക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? പി ഈക്വൽ ടു 12,600 അല്ലേ. 12,600 ആണ് പി എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 2 years ആണ്. ആർ എന്ന് പറയുന്നത് 10% ആണ്. കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് ചെയ്യണം? 12,600 ഇൻറ്റു ഇവിടുത്തെ പി എന്ന് പറയുന്ന 10% ഇവിടുത്തെ ആർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 10% നമ്മൾ കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് ചെയ്യും? നമ്മൾ 100 കൂട്ടും. 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കും. 110 ഡിവൈഡ് ബൈ 100 അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്യുക. 0 0 0 0. ഓക്കെ ആണോ? ഇതേ നോക്കിയേ. 126 ഇൻറ്റു 11 ഇൻറ്റു 11 121. 121 ഇൻറ്റു 126 ആൻസർ എത്ര കിട്ടും നമുക്ക്? ആൻസർ 15,246. അപ്പം 2 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 15,246 രൂപ കിട്ടും. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 15,246 നിന്നും എത്ര രൂപയാണോ നമ്മൾ എമൗണ്ട് ചെയ്തേക്കുന്നത് 12,600 രൂപ അത് കുറയ്ക്കണം അല്ലേ. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 6 4 2ൽ നിന്നും 6 പോയില്ല. 12 6. ഓക്കെ. 442 2,646 എന്ന് കിട്ടും. 2,646 ഓപ്ഷൻ എ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് റേറ്റ് % per annum will a sum of 50,625 be 70,576 in 3 years when the interest is compounded annually? എന്താ ചോദിച്ചേക്കുന്നത്? റേറ്റ് പെർസെൻറ്റേജ് ആണ് അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. എത്ര രൂപയ്ക്ക്? 15,625 രൂപ. 15,625 രൂപ 3 വർഷം കഴിഞ്ഞപ്പോൾ 17,576 രൂപയായി. അങ്ങനാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഇത് ഏതിലാ? കോമ്പൗണ്ടഡിലാണ്. എന്താ പറഞ്ഞേക്കുന്നത്? കോമ്പൗണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുപലിശ രീതിയിലാണ്. ഓക്കെ. കൂട്ടുപലിശ രീതിയിൽ 15,625 രൂപ 3 വർഷം കഴിഞ്ഞപ്പോൾ 17,576 രൂപയായെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. ഇതെങ്ങനെ ചെയ്യുന്ന? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പി എന്ന് പറയുന്നത് 15,625 ആണ്. ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് R/100 എത്ര വർഷമാണ്? 3 years ആണ്. അതുകൊണ്ട് R/100 ഇൻറ്റു R/100 3 തവണ എഴുതി ഗുണിക്കുന്നു അല്ലേ. R/100 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ? 17,576. ഓക്കെ ആണോ? ഇത്രയും ചെയ്താൽ മനസ്സിലായോ? ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? R കണ്ടുപിടിക്കണം അല്ലേ. 15,625 ഇൻറ്റു R³ ഡിവൈഡ് ബൈ 100ൻ്റെ ക്യൂബ്.
ഈക്വൽ ടു 17576. ആർ ക്യൂബ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട ആറാണ്, അതുകൊണ്ട് ആർ ക്യൂബ് ഈക്വൽ ടു 17576 ഇൻറ്റു 100ൻ്റെ ക്യൂബ് അല്ലേ. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100 എന്ത് ചെയ്യും, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം ഇൻറ്റു ചെയ്യും, ഡിവൈഡഡ് ബൈ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്ന നമ്പർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആകും 15625. ഓക്കെ ആണോ പറഞ്ഞത്? ഇത് ചെയ്യുമ്പോൾ നോക്കിക്കോ, 17576 എന്ന് പറയുന്നത് 17576 എന്ന് പറയുന്നത് 26ൻ്റെ ക്യൂബാണ്. 26ൻ്റെ ക്യൂബ് ഇൻറ്റു 100ൻ്റെ ക്യൂബ്, 100ൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 15625 എന്ന് പറയുന്നത് 25ൻ്റെ ക്യൂബാണ്. 25ൻ്റെ ക്യൂബ് ഇത് നോക്കി, ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആരുണ്ട്, ക്യൂബുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ക്യൂബെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ക്യൂബെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ക്യൂബെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർ ഈക്വൽ ടു 26 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും അല്ലേ. 25ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. 26 ഇൻറ്റു 4 6 4 24 4 ശിഷ്ടം 2 24 8 2 10 104. ആൻസർ എത്ര കിട്ടി, നമുക്ക് 104 കിട്ടി അല്ലേ. ഇവിടുത്തെ ആറെന്ന് പറയുന്നത് ഇതേ ശ്രദ്ധിച്ചോണം, ഇവിടെ എടുക്കുന്ന നമ്മുടെ ആറുണ്ടല്ലോ, ആ ആറെന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്, ഇവിടെ എടുക്കുന്ന ആറെന്ന് പറയുന്നത് 104 കിട്ടി അല്ലേ. 104 നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ ആലോചിച്ചിട്ടുണ്ടോ? അതേ ഇങ്ങോട്ട് നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യാൻ നേരത്ത് ഇവിടെ 6 വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഈ 6 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 100ഉം കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കിനകത്തിൽ എടുക്കുന്നത് അല്ലേ. 6/100 ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്തും കൂടെ ചെയ്തിട്ടാണ്, 100ഉം കൂടെ കൂട്ടിയിട്ടാണ് അല്ലേ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഈ 10 തന്നാൽ നമ്മളിവിടെ 110 എടുക്കും അല്ലേ. ക്വസ്റ്റ്യൻ എത്രയാണോ തരുന്നത് അതിൽ നിന്ന് 100 കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഇവിടെ 6 പറയുന്നത് 104 കിട്ടി അല്ലേ. അതായത് നമ്മൾ ക്വസ്റ്റ്യനകത്ത് എത്രയായിരിക്കും തന്നിട്ടുണ്ടാവുക, ക്വസ്റ്റ്യനകത്തിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4, ഓപ്ഷൻ എ ആണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെ 100ഉം കൂടെ കൂട്ടിയിട്ട് ഇവിടെ 104 നമ്മൾ എടുക്കാറുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര കിട്ടി, 4% കിട്ടി. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ 4% തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ 100ഉം കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ 104 എടുക്കുന്നത് അല്ലേ. 104 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ 104 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, എത്ര ആയിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, 4% ആയിരിക്കും. അതിൽ നിന്നും 100 കുറച്ച് നോക്കിയാൽ മതി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, എ പേഴ്സൺ ലെൻസ് 1000 ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 100% പെർ ആനം ഈസ് ഓർഡർ ടു ഗെറ്റ് 16% ഓൺ മെച്യൂരിറ്റി. ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഹി ഷുഡ് ലെൻഡ് ദിസ് എമൗണ്ട് ഈസ്. എന്താ പറഞ്ഞേക്കുന്നത്, ഒരാൾ 1000 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കൂട്ടുപലിശ രീതിയിൽ 100% പലിശ നിരക്കിൽ എന്ത് കൊടുക്കുന്നു, കടം കൊടുക്കുന്നു. എന്താ പറഞ്ഞേക്കുന്നത്, ഒരാൾ 1000 രൂപ 100% പലിശ നിരക്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അയാളുടെ കാലാവധി കഴിയുമ്പോൾ ആ പലിശ നിരക്ക് ആ കൊടുത്ത കാലാവധി കഴിയുമ്പോൾ അയാൾക്ക് 16,000 രൂപ തിരിച്ചു കിട്ടണമെങ്കിൽ, ആ കാലാവധി കഴിയുമ്പോൾ അയാൾക്ക് 16,000 രൂപ തിരിച്ചു കിട്ടണമെങ്കിൽ അയാൾ എത്ര വർഷത്തേക്കായിരിക്കണം കടം കൊടുക്കേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്, എത്രയാ 1000 രൂപ എന്ന് തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്, 100% ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താ തന്നിരിക്കുന്നത്, എന്ന് തന്നിട്ടില്ല, നമുക്ക് എന്ന് കണ്ടുപിടിക്കണം അല്ലേ. തിരിച്ച് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് തന്നിട്ടുണ്ട്, 16,000 രൂപ അയാൾക്ക് എന്ത് ചെയ്യണം, തിരിച്ച് കിട്ടണം അല്ലേ. കൂട്ടുപലിശ രീതിയിലാണ്. കൂട്ടുപലിശയാണെങ്കിൽ നമ്മൾ കാണുന്നത് എങ്ങനെ, ദ എമൗണ്ട് 1000 ഇൻറ്റു 6/100 അല്ലേ. 6 ഇവിടെ 100 ആണെന്ന് തരുന്നെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 100ഉം കൂടെ കൂട്ടണം. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 100 എത്ര വർഷമാണെന്ന് പറഞ്ഞേക്കുന്നില്ല, അതുകൊണ്ട് ദ ഹോൾ റേസ് ടു n എന്ന് കൊടുക്കാം. എത്ര n ആണെന്ന് തന്നിട്ടില്ല, എത്ര വർഷത്തേക്കാണെന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, ദ ഹോൾ റേസ് ടു n എന്ന് കൊടുത്തു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടണം, തിരിച്ച് 16,000 രൂപ കിട്ടും. ഓക്കെ ആണോ? ഇതൊന്ന് ചെയ്ത് നോക്കേ. എന്നിൻ്റെ വാല്യൂ നമുക്കറിയാത്തതുകൊണ്ട് ദ 200 ഡിവൈഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു 16,000. ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്ന 1000 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആകും അല്ലേ. ഡിവൈഡ് ചെയ്യാം, 0 ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. ഇതിനകത്തും നമ്മൾ ഡിവൈഡ് ചെയ്താലോ, 200 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 റേസ് ടു n ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി, 16 എന്ന് കിട്ടി. 2 റേസ് ടു n ഈക്വൽ ടു 16 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ 2ൻ്റെ ഏതോ ഒരു കൃതിയാണ് 16 എന്ന് പറയുന്നത് അല്ലേ. 2ൻ്റെ ഏത് കൃതിയായിരിക്കും 16? നോക്കിയേ,
2 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് 2 എന്ന് വെച്ചാൽ 2 അല്ലേ. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. 2 എന്ന് പറയുന്നത് നമുക്കറിയാം 4 × 2 8 ആണ്. 2 എന്ന് പറയുന്ന 8 × 2 16. അപ്പം 2 ആണ് എന്തെന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത്. 2 ആണ് എന്ത് 16. അങ്ങനെയാണെങ്കിൽ n = എത്ര എന്ന് നമുക്ക് കിട്ടി 4 എന്ന് കിട്ടി. മനസ്സിലായോ? ചെയ്ത കണക്ക് മനസ്സിലായോ? n = 4. 4 വർഷം കൊണ്ട് അയാൾക്ക് എത്ര കിട്ടും? 16,000 രൂപ കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഫോർ 2 years അറ്റ് 4% ഈസ് 102, വാട്ട് ഷുഡ് ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ് ഫോർ 2 years? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു തുക 2 വർഷത്തേക്ക് 4% പലിശ നിരക്കിൽ 4% പലിശ നിരക്കിൽ കൂട്ടുപലിശ രീതിയിൽ നിക്ഷേപിച്ചപ്പോൾ 102 രൂപ പലിശ കിട്ടി. പലിശയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് 102 രൂപ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു തുക 2 വർഷത്തേക്ക് 4% പലിശ നിരക്കിൽ ഇട്ടപ്പോൾ അല്ലെങ്കിൽ 4% പലിശ നിരക്കിൽ എത്ര പലിശ കിട്ടി? കൂട്ടുപലിശ 102 എന്ന് കിട്ടി. 102. വാട്ട് വുഡ് ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഇതേ പൈസ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എത്ര രൂപ 2 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ റേറ്റിൽ 2 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പി ഇല്ലേ, ഇവിടുത്തെ എമൗണ്ട് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് പി അത് അങ്ങനെ തന്നെ കൊടുക്കുക. പി ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4 ആണ്, 4 ആണ്. അപ്പോൾ നമ്മളിവിടെ 104 എന്ന് എടുക്കും അല്ലേ. 104 / 100 എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്കായതുകൊണ്ട് വീണ്ടും 104 / 100 = ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? ഇവിടെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് നമ്മുടെ എമൗണ്ടിൻ്റെ കൂടെ പലിശ കൂടി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടി കൂട്ടുന്നതായിരിക്കും ഇവിടെ എപ്പോഴും നമുക്ക് കിട്ടാറുള്ളത് അല്ലേ. അത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 വർഷം കഴിയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര രൂപയാണോ കിട്ടുന്നത് അതായിരിക്കും. അതായത് നമ്മുടെ മുതലിൻ്റെ കൂടെ കൂട്ടുപലിശയും കൂടെ കൂട്ടിയുള്ളതായിരിക്കും ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ മുതൽ എത്രയാണെന്ന് നമുക്കറിയില്ല, പ്ലസ് ഇവിടുത്തെ പലിശ തന്നിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 102. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ. പി ഇൻറ്റു 104 × 104. ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. 104 / 100 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. P plus 102. ഓക്കെ, പി ഇൻറ്റു 104 / 100. 104 / 100 നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ലഘൂകരിക്കുമ്പോൾ 26 / 25 എന്ന് കിട്ടും. 26 / 25 ദ ഹോൾ സ്ക്വയർ P plus 102. ഓക്കെ ആണോ? ഇത്രയും ചെയ്തല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? P plus 102 = 26ൻ്റെ സ്ക്വയർ 676. 676 ഡിവൈഡഡ് ബൈ 25ൻ്റെ സ്ക്വയർ 625p എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, =ൻ്റെ അപ്പുറത്തൊരു ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ. ഈ 2 ഫ്രാക്ഷൻ തമ്മിൽ ഗുണിക്കുക എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 625p പ്ലസ് 625 ഇൻറ്റു 102 676p എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതിനകത്ത് നിന്ന് ഈ 625p =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ 676p മൈനസ് 625p = 625 ഇൻറ്റു 102 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതിനകത്ത് നിന്ന് എത്ര കിട്ടും നമുക്ക്? 51p = 625 ഇൻറ്റു 102 എന്ന് കിട്ടും. 625 ഇൻറ്റു 102 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ p = 625 ഇൻറ്റു 102 ഡിവൈഡഡ് ബൈ 51 എന്ന് കിട്ടും. അതിൽ നിന്നും നമുക്ക് പി കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്നത് 1250 എന്ന് കിട്ടും. പി എന്ന് പറയുന്നത് എത്ര കിട്ടി? 1250 എന്ന് കിട്ടി. അപ്പം പി കിട്ടി 1250. ഇതേ റേഷ്യോയിൽ 4% 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തുവാ? PNR / 100. PNR / 100. പി എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടുപിടിച്ചു
1250 കണ്ടുപിടിച്ചു. n എന്ന് പറയുന്നത് 2 വർഷമാണ്, r എന്ന് പറയുന്നത് 4%. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, 100 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? If the compound interest on a certain sum of 2 years at 4% per annum is 97.92, the simple interest on the same sum for the same time at the same rate of interest is. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് 4% പലിശ നിരക്കിൽ 97.92 രൂപയുണ്ട്. 97.92 രൂപ പലിശ നിരക്കിലുണ്ട്, പലിശ നിരക്കിൽ. അങ്ങനെയാണെങ്കിൽ ഇതേ എമൗണ്ടിന് ഇതേ വർഷം ഇതേ പലിശ നിരക്കിൽ എത്ര രൂപ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര രൂപ പലിശയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇതൊന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ട് നമ്മളോട് എന്ത് ചോദിച്ചു? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുന്നു. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. പി തന്നിട്ടില്ല. പി ഇൻറ്റു എന്താ തന്നിരിക്കുക? പി ഇൻറ്റു 4% പലിശ നിരക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 104 ഡിവൈഡ് ബൈ 100 എത്ര വർഷം? 2 വർഷമായതുകൊണ്ട് വീണ്ടും 104 ഡിവൈഡ് ബൈ 100 അല്ലേ? ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? 97.92 എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, കൂട്ടുപലിശയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കൂട്ടുപലിശയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പളും കൂടെ കൂട്ടുന്നതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം. നമ്മുടെ ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് 97.92 ആണ്. പ്ലസ് പിയും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്, പ്ലസ് പി. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ആദ്യം പി കണ്ടുപിടിക്കണം. ആ പി ഇട്ട് കൊടുത്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, പി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. പി ഇൻറ്റു ഇതിനെ നമുക്ക് 104 ഡിവൈഡ് ബൈ 100 എന്ന് തന്നെ എഴുതാം അല്ലേ? 104 ഡിവൈഡ് ബൈ 100 സ്ക്വയർ ഈക്വൽ ടു 97.92 പ്ലസ് പി എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി 104 ഡിവൈഡ് ബൈ 100 നമുക്ക് എഴുതാം 26/25 ദ ഹോൾ സ്ക്വയർ. അപ്പം പി ഇൻറ്റു 26/25 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 97.92 പ്ലസ് പി എന്ന് എഴുതി. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പി ഇൻറ്റു 676/625 ഈക്വൽ ടു 97.92 പ്ലസ് പി. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പി ഇൻറ്റു 676 പി ഈക്വൽ ടു 625 ഇൻറ്റു 97.92 പ്ലസ് 625 പി എന്ന് കിട്ടി. കാരണം ഈ 625 നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 625 കൊണ്ട് ഈ ടേം ഗുണിക്കണം, പ്ലസ് അത് കഴിഞ്ഞ് 625 കൊണ്ട് പി എന്ന് പറയുന്ന ടേം ഗുണിക്കണം. അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ ആണോ? ഇനി 676 നിന്നും 625 പി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 676 പിയിൽ നിന്നും 625 പി പോയി കഴിഞ്ഞാൽ നമുക്ക് 51 പി എന്ന് കിട്ടും. 51 പി ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 97.92 ഇൻറ്റു 625 കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ഈക്വൽ ടു 97.92 ഇൻറ്റു 625 ഡിവൈഡഡ് ബൈ 51. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1200 എന്ന് കിട്ടും. 1200 പി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 1200 കിട്ടി. പി 1200 കിട്ടി. എൻ എന്ന് പറയുന്നത് 2 years ആണ്. ആർ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? പി എൻ ആർ ഡിവൈഡ് ബൈ 100 അല്ലേ? പി എൻ ആർ ഡിവൈഡ് ബൈ 100 എങ്ങനെയായിരിക്കും ഇക്വേഷൻ? പി എന്ന് പറയുന്നത് 1200 ആണ്. എൻ എന്ന് പറയുന്നത് 2 വർഷം, ആർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? ഡിവൈഡ് ബൈ 100. 0 ക്യാൻസൽ ചെയ്ത് 12 ഇൻറ്റു 2 ഇൻറ്റു 8 12 ഇൻറ്റു 2 24 ഇൻറ്റു 4 എത്ര കിട്ടും നമുക്ക്? 24 ഇൻറ്റു 4 96. ആൻസർ ഡി. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 4000 at 5% per annum for 2 years?
ഇത് നമ്മൾ ചെയ്തതാണ് അല്ലേ, ഇതിൻ്റെ മോഡൽ നമ്മൾ പഠിച്ചതാണ്. നോക്കാം എന്താണെന്ന്. എന്താ പറഞ്ഞേക്കുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര രൂപയ്ക്ക്? 4000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക്. 4000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിത് ഇക്വേഷൻ മാതിരി തന്നെ പഠിച്ചതാണ് അല്ലേ. നോക്കാം. നമ്മുടെ കൂട്ടുപലിശ എന്ന ടോപ്പിക്കിനകത്തിൽ മോഡൽ 5 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താ പറഞ്ഞേക്കുന്നത്, പി തുകയ്ക്ക് എന്താ നമ്മളത് പഠിച്ചത്, പി തുകയ്ക്ക് 6% പലിശ നിരക്കിൽ, പി തുകയ്ക്ക് 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ പി ഇൻറ്റു ആർ ബൈ 100 ദ ഹോൾ സ്ക്വയർ, പി ഇൻറ്റു ആർ ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് മോഡൽ 5 ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ടോപ്പിക് എല്ലാം കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനായിട്ടിരിക്കുക. ദെൻ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, പി എന്ന് പറയുന്ന 4000 ആണ്, പി എന്ന് പറയുന്ന 4000 ഇൻറ്റു ആർ എന്ന് പറയുന്ന 5 ആണ്, 5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഇവിടെ സ്ക്വയർ പറഞ്ഞേക്കുന്നുണ്ട് വീണ്ടും 5/100 അല്ലേ. 0 ക്യാൻസൽ ചെയ്തു, ഈ 0 ക്യാൻസൽ ചെയ്തു. ഓക്കെ, 10ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 എന്ന് കിട്ടും, 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 5 ആൻസർ എത്ര കിട്ടും, നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ. ഇവിടെ എല്ലാം പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് അല്ല നമുക്ക് എന്താ കിട്ടുന്നത്, 10 ആണ് ഡിഫറൻസ് കിട്ടുന്നത്. ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്ര എന്നാണ് കിട്ടുന്നത്, 10 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി നമ്മൾ ഈ ടോപ്പിക്ക് തീർന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണക്ക് ചെയ്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ RRBയിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. നന്നായിട്ട് പഠിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.